നമസ്കാരം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം. സാക്ഷാൽ പരമശിവനും പാർവതി ദേവിയും അല്ലെങ്കിൽ ശിവപാർവതിമാർ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹം ചൊരിയുന്ന ദിവസം. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം തീർച്ചയായും പ്രവർത്തിക്കേണ്ടതും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുമായിട്ടുണ്ട്. കാരണം ഇന്നേ ദിവസം നിങ്ങളിലേക്ക് പൂർണ്ണമായും ശിവാനുഗ്രഹം വന്നു ചേരുവാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത് ഉത്തമമായി തീരും. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും സാക്ഷാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പ്രീതി നിങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഈ വർഷത്തെ തിരുവാതിര വ്രതം ശനിയാഴ്ചയും പൗർണമിയും ചേർന്നു വരുന്ന ദിനമായതിനാൽ ഇന്നേ ദിവസം അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മത്തിനും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സാക്ഷാൽ പരമശിവനും പാർവതി ദേവിക്കും തുല്യ പ്രാധാന്യം നൽകി വേണം ഇന്നേ ദിവസം നിങ്ങൾ ഭജിക്കുവാൻ. പണ്ട് കാലത്ത് ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദം വരെയുള്ള 7 നാളുകളാണ് തിരുവാതിരയോട് അനുബന്ധിച്ച് വ്രതം അനുഷ്ഠിച്ച് പോന്നിരുന്നത്. എന്നാൽ ഇന്ന് മകീരം, തിരുവാതിര, പുണർദം എന്നീ 3 നാളുകളിൽ മാത്രമായി വ്രതം ചുരുങ്ങുകയും ചെയ്തു. ഓരോ നാളിലെയും വ്രതത്തിന് ഓരോ ഫലങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. ഓരോ ദിവസത്തെ വ്രതവും തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്ന സമയങ്ങൾക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുവാൻ ഈ സമയങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമയമാണ്. അശ്വതി നാളിൽ അശ്വമുണരും മുമ്പ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ഗൃഹനാഥന് നന്മ വരാനാണ്. ഗൃഹനാഥന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക്, വീട്ടമ്മയ്ക്ക് ഇപ്രകാരം ചെയ്യാം. ഭരണി നാളിൽ ഭർത്താവ് ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് നന്മ സംഭവിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുക. ഇനി കാർത്തിക നാളിൽ കാക്ക കറിയും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ജീവിതത്തിൽ വരാനാണ് എന്നതാണ് വാസ്തവം. അതാണ് ഫലമായി വന്നു ചേരുക. രോഹിണി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ആ വീട്ടിലെ സന്താനങ്ങൾക്ക് സൗഭാഗ്യങ്ങളും നന്മകളും ശിവപ്രീതിയാൽ വന്ന് ചേരുവാനാണ്. തിരുവാതിര നാളിൽ പുലർച്ചെ 3 മണിക്ക് തന്നെ സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ഭർത്താവിന് നന്മ സംഭവിക്കാൻ വേണ്ടിയാകുന്നു. പുണർദം നാളിൽ പുലർക്കാലത്തിന് മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് സഹോദരങ്ങൾക്ക് നന്മ സംഭവിക്കാനാണ്. സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉയർച്ചയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. സൂര്യോദയത്തിനു മുൻപ് ഉണർന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ ഈ സമയം നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ വഴിപാടുകളെ കുറിച്ചും, അല്ലെങ്കിൽ ഇന്നേ ദിവസം വീട്ടിലിരുന്നാണ് എങ്കിലും നിങ്ങളുടെ ഓഫീസിലിരുന്നാണ് എങ്കിലും ഇന്ന് രാത്രി തീരും മുൻപ് ജപിക്കേണ്ടതായ ചില വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് 108 ജപിക്കാം. അതാണ് ഏറ്റവും വിശേഷം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ
21 തവണയാണ് എങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ 12 തവണ ചുരുങ്ങിയത് നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. ഓം നമഃശിവായ എന്ന മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം, ഏവരും നിത്യവും ജപിക്കുന്നതായ ഒരു മന്ത്രം കൂടിയാണ് ഇത്. കൂടാതെ ഓം ഉമാമഹേശ്വരായ നമഃ, ഓം നമഃശിവായ ശിവായ നമഃ എന്നീ മന്ത്രങ്ങൾ 108 തവണ ജപിക്കുകയും ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല, പാർവതി ദേവിയെ സ്മരിച്ച് പിൻവിളക്കിൽ എണ്ണ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഭാര്യാഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമം കൂടിയാണ്. അതിനായി ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ എന്ന നാമം എന്ന മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ എന്നാണ്. ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ, ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ. ഈ നാമം, ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക. നിങ്ങൾ തമ്മിൽ തർക്കത്തിലാണ് എങ്കിലും അല്ലെങ്കിൽ അകൽച്ചയിലാണ് എങ്കിലും അത് കുറയ്ക്കുവാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തികൾ കൂടി ഒപ്പമുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. ഇനി തിരുവാതിര ദിനത്തിൽ ജപിക്കാൻ ഉത്തമമായ മന്ത്രങ്ങൾ ശിവ പാർവതി സ്തുതികൾ തന്നെയാണ്. പ്രധാനമായും ഓം നമഃശിവായ എന്ന മന്ത്രവും നമഃശിവായ എന്ന മന്ത്രവും ഓം ശിവശക്തി രൂപിണ്യേ നമഃ എന്നും ഉമാമഹേശ്വര സ്തോത്രം എന്നിവയുമാണ് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രങ്ങൾ. ദാമ്പത്യ സൗഖ്യത്തിന് ഓം ശിവശക്തി രൂപിണ്യേ നമഃ എന്ന നാമം മന്ത്രം 108 ജപിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഇഷ്ട ഭർതൃപ്രാപ്തിക്കായി ഈ മന്ത്രം ജപിക്കണം. ഓം സോമായ നമഃ, ഓം സോമായ നമഃ, ഓം സോമായ നമഃ. വിവാഹിതരല്ലാത്ത വ്യക്തികൾ തീർച്ചയായും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം ശിവ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പകൽ സമയത്താണ് ജപിക്കേണ്ടത്. ഏറ്റവും വിശേഷം അതിരാവിലെ ജപിക്കുന്നതാണ്. സന്ധ്യാസമയത്ത് പാടുള്ളതല്ല. രാത്രി സമയത്ത് ശിവ ഗായത്രി മന്ത്രം ജപിക്കരുത് എന്ന കാര്യവും ഓർക്കണം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. ത്രയംബക മന്ത്രം തുടങ്ങിയവയും ഫലപ്രദം തന്നെയാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുക. കാരണം ഫലസിദ്ധി പെട്ടെന്ന് കൈവരിക്കുവാൻ സാധിക്കും. ശിവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കും. എന്നാൽ അതിശക്തമായ ഭഗവാന്റെ മറ്റൊരു മന്ത്രം, ശിവശക്തിമാർ തമ്മിൽ പ്രസന്നരാകുന്ന മന്ത്രം കൂടിയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. പാർവതി ദേവിയും പരമശിവനും പെട്ടെന്ന് സന്തോഷം വരുന്ന പ്രസന്നരാകുന്ന മന്ത്രമാണ് ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം ഓം പ്രപഞ്ചത്തിന്റെ പവിത്രമായ ശബ്ദം അല്ലെങ്കിൽ ദിവ്യ അനുരണം തന്നെയാണ്. ഹ്രീം ദേവതാശക്തിയുടെ ബീജമന്ത്രം മായയുടെ മൂടുപടങ്ങൾ ഉയർത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നതാകുന്നു. നമഃ വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു വന്ദനം എന്റേതല്ല എന്ന് നേരിട്ട് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിവായ പരമബോധത്തിന്റെയും ഉള്ളിലെ ദിവ്യത്വത്തിന്റെയും പ്രതീകമായ പരമശിവനെ ആദരിക്കുന്നതാകുന്നു. ഓം ഹ്രീം നമഃശിവായ ജപിക്കുന്നത് സാധാരണ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമായ ശിവന്റെയും സ്ത്രീ ശക്തിയുടെയും ദിവ്യ ശക്തികളുമായി ബന്ധിപ്പിക്കുവാൻ സഹായകരവുമാണ്. അതിനാൽ ഇന്നേ ദിവസം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് പോലും എത്ര വിശേഷമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശക്തി എന്നത് ശിവന്റെ ശക്തിയാണ്. അതിലൂടെ ഭഗവാൻ ലോകങ്ങളെ വെളിപ്പെടുത്തുന്നതാകുന്നു. ഈ മന്ത്രം സാധകരെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. സ്ത്രീ പുരുഷ ഊർജങ്ങളെ സന്തുലിതമാക്കുന്നതിന് പുറമെ ഈ മന്ത്രം മനസ്സിനെ ശുദ്ധീകരിക്കുകയും
സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുകയും ഇത് ജപിക്കുന്നവരുടെ ശബ്ദത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നാണ് വിശ്വാസം. മന്ത്രജപങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 108 മണികളുടെ മാലയെ ഇതിനായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. എങ്ങനെയാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത്? പരമാവധി പ്രയോജനത്തിനായി ഓം ഹ്രീം നമഃശിവായ ദിവസവും 108 നിങ്ങൾക്ക് ജപിക്കാം. സുഖാസനം എളുപ്പത്തിലുള്ള പോസ് അല്ലെങ്കിൽ പത്മാസനം അതായത് താമര പോസ് പോലുള്ള ഏത് ഇരിക്കുന്ന രീതിയിലും ഇത് പരിശീലിക്കാവുന്നതുമാണ്. കൂടാതെ ദിവസത്തിലെ ഏത് സമയത്തും ജപിക്കാം. ഉള്ളിലെ ദിവ്യശക്തിയുമായി ഏകാഗ്രതയോടെ ഒരു ബന്ധം വന്ന് ചേരുന്നതോടെ ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിന്റെ ആന്തരിക സ്പന്ദനത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രധാനം തന്നെയാണ്. കാരണം ഈ മന്ത്രജപം നടത്തുന്ന വ്യക്തികൾക്ക് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. തീർച്ചയായും ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കണം. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ്. തീർച്ചയായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക.